ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു തുടക്കം. മച്ചിന്റെ ഉള്ളിൽ കാണണ്ടോ, മച്ചാണെന്ന് അറിയണ്ടോ? കർക്കടക സംക്രാന്തി സ്പെഷ്യൽ പത്തായം. മച്ചെന്ന് മാത്രല്ല, പത്തായത്തിന്റെ ഉള്ളിൽ കയറുന്നിട്ടുള്ള വ്ളോഗ്. ഗുഹയുടെ ഉള്ളിൽ ഇതേ ഈ ഭാഗമൊക്കെ താഴുവോ? അപ്പൊ പത്തായത്തിന്റെ ഉള്ളിൽ കയറി നിന്നിട്ടാണ് കർക്കടക സംക്രാന്തി വീഡിയോന്റെ തുടക്കം. ഞങ്ങൾ ഇവിടെ ക്ലീനിങ് ആണ് കേട്ടോ. ഒരു വിധമൊക്കെ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മള് ഇങ്ങനെ പിന്നേക്ക് പോയാലും ഇത് കാണും. ഞാൻ പത്തായത്തിന്റെ ഉള്ളിലാന്ന് കാണുന്നുണ്ടോ? ഇവിടെ ഞങ്ങൾ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ച് ക്ലീനിങ്ങിലാണ്. ഇതിനുള്ളിൽ എങ്ങനെ പുറത്തേക്കാണെന്ന് അറിയോ? അതൊക്കെ ഒരു കഥയാണ്. ഇങ്ങനെ ചാടി കടന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. കള്ളല്ലേ ഈ സ്ഥലം? പണ്ട് ആൾക്കാരൊക്കെ ഒളിച്ചിരുന്നിട്ടുണ്ടാവും ഇതിന്റെ ഉള്ളിലായിരിക്കാൻ. കണ്ടോ, നല്ല രസമല്ല. പഴം കെട്ടുന്നിരുന്ന സ്ഥലം. പഴം ഇതിന്റെ ഉള്ള കെട്ടി തൂക്ക, കൊല കെട്ടി തൂക്കുക. അതെന്താ ഇവിടെ ചൂട് കാരണം പെട്ടെന്ന് പഴുക്കുമായിരിക്കും. എന്നിട്ട് പുക വെച്ചിട്ട് അതാ ഇത് മൂടാൻ പറ്റൂട്ടോ. ഇവിടെ അങ്ങനെ അതുണ്ട്, ഉള്ളിൽ പുക വെച്ചിട്ട് പല കെട്ടാൻ മൂടും. കണ്ടോ, പഴം ഇവിടെയാണ് അത്ര കെട്ടി തൂക്കിയിരുന്നത്. ആ വളയുടെ മുകളിൽ ഇങ്ങനെ നിറച്ച് കെട്ടി തൂക്കും. അല്ല, അപ്പൊ കഥകളൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ കേറിയിട്ട് ഇതാക്കാൻ പറ്റും. ആളെ കാണാണ്ടായ പത്തായത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പൊ ഇതാണ് ആ പത്തായം. കാണോ, ഇങ്ങനെ ഇതന്നെ ഉള്ളൂ. ഇങ്ങനെ ഉള്ളിലേക്ക് നോക്കിയാ ഇങ്ങനെ കാണും. ഇരുട്ടാണ്. പക്ഷേ ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല ഇതിന്റെ ഉള്ളിലല്ലേ? ഇതിന്റെ ഉള്ളിൽ ഈ ലൈറ്റ് അത്ര ഉള്ളു. ഇതാണ് കുഞ്ഞൊരു സ്ഥലം. നെല്ലൊക്കെ വെച്ചിരുന്നാ അല്ലേ പണ്ട്? നെല്ലിട്ട് വെച്ചിരുന്ന സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ എല്ലാം പുറത്തേക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് ഓരോന്നായിട്ട് വീണ്ടും ഉള്ളിലേക്ക് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കർക്കിടക സംക്രാന്തിയാണ് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ്, ഭയങ്കര മഴ. ഇന്ന് കർക്കിടക സംക്രാന്തി. ഞങ്ങളിത് അവിടെ ക്ലീനിങ് ഒക്കെ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പം എന്തായാലും ഇന്നത്തോടെ അങ്ങോട്ട് തീർക്കണം. എല്ലാം ഗംഭീര ക്ലീനിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു. അതിൻ്റെ ഇടയിൽ കണ്ടോ, എൻ്റെ കുച്ചിപ്പുടിയുടെ താലാണിത്. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടാ, ഇതൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ഇരിക്കണത്. അമ്മ ഇതിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കണത്. ഇതല്ലേ അത്? പത്തായത്തിന്റെ ഉള്ളിൽ ആരോ വന്നിട്ടുണ്ട് അവിടെ. അത് വരണോ? ഇപ്പൊ വരാം. പോസ്റ്റ്മാനോ? പത്തായത്തിന്റെ ഉള്ളിലേ കേറിയിരിക്കാൻ വലിയ രസമൊന്നുമില്ല. അമ്മേ ശ്വാസം മുട്ടും. ചൂട് നല്ല ചൂടാ. അതിൻ്റെ ഉള്ളിൽ കയറി ഒന്ന് ഇറങ്ങിയപ്പോഴേക്കും ഒന്നുമില്ല, ആകെ ശ്വാസം മുട്ടും. കർക്കിടക സംക്രാന്തി ക്ലീനിങ് ഒന്നിങ്ങനെ ഇങ്ങനെ പേപ്പറോ? ചിലതിന് നല്ല വെയിറ്റ്, ചിലതിന് വെയിറ്റ് ഇല്ലാണ്ടില്ലേ? കൃഷ്ണന്മാരെയൊക്കെ കുളിപ്പിച്ചോണ്ടിരിക്കുക. അമ്മമ്മേ, അത് തുടച്ചും കൊണ്ട് പറഞ്ഞാൽ മതി. കർക്കിടക സംക്രാന്തിയുടെ പ്രാധാന്യം എന്താണ്? സംക്രാന്തി അത് പഴയകാലം മുതൽക്ക് എന്താണെന്ന് വെച്ചാൽ കൊല്ലത്തിലും ഇതിലെങ്കിലും എല്ലാം വൃത്തിയാവട്ടെ എന്ന് കണ്ടിട്ട് കാരണന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ളതായിരിക്കും. സകല ദിക്കിലും അടിച്ച് തുടച്ച് വൃത്തിയാക്കണം എന്നുള്ളതാണ് അതിൻ്റെ അറിയുന്നത്. എന്നും വൃത്തിയാക്കും, പക്ഷെ എന്നാലും ഈ മുക്കും മൂല അങ്ങനത്തെ അല്ലേ പൊടി പിടിച്ച് എല്ലാം അങ്ങനത്തെ മൊത്തം അതെ വൈറ്റ് വാഷ് ഒക്കെ ചെയ്തിട്ട്. ഇത് ശ്രീഭഗവതി എഴുന്നള്ളുന്ന കാലാണ് കർക്കിടക മാസം 1-ാം തീയതി. അതാണ് ഭഗവതിയെ കുടിയിരിക്കുക. അതെ,
അതാണ് ഒരു മാസം. ശിവോലിക്കല് ശിവഗൗരിയാണ് അത്, ശിവോലി എഴുതിയത്. ശിവോതി. അങ്ങനെ നമ്മൾ ദശപുഷ്പം പിന്നെ ശാന്ത സിന്ദൂരം ഇതൊക്കെ വെച്ചിട്ട് ഭഗവതിക്ക് അവിടെ വെച്ച് ഭഗവതിയാണ് സങ്കല്പിച്ചിട്ടാണ് ഇത് എന്താണ് വാൽക്കണ്ണാടി. വാൽക്കണ്ണാടി വെക്കും, രാമായണം വെക്കും. രാമായണ മാസമാണ് കർക്കിടമാസം. എല്ലാ വീടുകളിലും രാമായണം വായിക്കും. ഏത് കാലത്ത് വായിച്ചില്ലെങ്കിലും കർക്കിടമാസം രാമായണ മാസമാണ്. ശ്രീഭഗവതിയെ കുടിയേറ്റുന്ന ദിവസമാണ്, കുടിയേറ്റുന്ന കാലാണ് നമ്മൾ. എന്തുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിന് അങ്ങനെ? പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടായിരുന്നുള്ളൂ. ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മഴക്കാലാവും, പട്ടിണിയാവും ഇല്ലാത്തവർക്ക്. വെച്ചാൽ വരുമാനമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ മഴ ഉണ്ടാവുമ്പോൾ എന്ത് പണിയെടുക്കാനാ? അപ്പൊ ആ സമയത്തിൽ ഒരു മാസമെങ്കിലും അമ്മയെ ധ്യാനിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പഴയ ആൾക്കാർ ഉണ്ടാക്കി വെച്ചിട്ടാണ്. അതാണ് ഐശ്വര്യമാസമാണ് കർക്കിടക മാസം എന്നാണ് പറയുക. ഇതുണ്ടോ ഒരു, ഇത് സരസ്വതി ദേവി അല്ല, സോറി, ഇത് മഹാലക്ഷ്മി. സരസ്വതിയാണ് പൊട്ടി. ഇതുപോലെ തന്നെ ഒരു സരസ്വതി ദേവി ഇതേപോലെ. ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ തൊട്ടുള്ളതാണ് ഇതൊക്കെ. അങ്ങനെ വീണിട്ടാണോ പൊട്ടിയത്? ആണോ? ആ തീരെ കാണില്ല. എനിക്കൊക്കെ ചെറിയ കുട്ടിയാകുമ്പോ തൊട്ട് ഓർമ്മകളാണ്. എന്ന് വെച്ചാൽ ഈ ഒരു കൃഷ്ണൻ, വലിയൊരു കൃഷ്ണനും പിന്നെ ഈ ഒരു സരസ്വതി ദേവി, ഒരു മഹാലക്ഷ്മി ദേവി, ഇത് രണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കിയൊക്കെ എല്ലാവരും പിന്നീട് വന്നതാണ്. അതെ അതെ, അതൊന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു. പെരുന്നാളിനാ കിഴക്കത്ത കുട്ടികൾ കൊണ്ടുവന്നുണ്ട് മെറ്റലില്. അതുമാതിരി ഇത് നമ്മുടെ ഒരു കൂട്ട് ബാങ്കിലാണ് ആ സ്ത്രീക്ക് ജോലി ഉണ്ടായിരുന്നു. അവര് കൊണ്ടുവന്നുണ്ടാണ്. അങ്ങനെ ഓരോരുത്തർ ഇതിന്റെ പെരുന്നാളിന് ജൈവം കൊണ്ടുവന്നിട്ടുള്ള വലിയ കൃഷ്ണന്. പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ വയ്ക്കാൻ പാടില്ല പറയുന്നത്. അതൊക്കെയും ഈ ദിവസങ്ങളിൽ എടുത്ത് പുറത്ത് കളയും. ഇതിലെല്ലാ കൃഷ്ണന്മാർക്കും ഒരു കഥയുണ്ടല്ലേ? എല്ലാവർക്കും ഒരു കഥയുണ്ട്. അതാണ് അതാണ് കൃഷ്ണനെ വാങ്ങിയില്ല, ചെറിയ കൃഷ്ണൻ ഇവിടെ ചുമട്ടുമുള്ള അത് വള്ളത്തെ ഒരു കോഴി ജനലിനുള്ളിൽ കൂടിയ പറഞ്ഞു വന്ന് ദുഃഖിൽ പറഞ്ഞ് ഒരു കൃഷ്ണൻ മുഴുവൻ പൊട്ടി. പിന്നെ ഞാൻ എനിക്കൊരു കൃഷ്ണനെ കിട്ടാൻ വിചാരിച്ചത്. അപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ടാണ് അങ്ങനെ മേടിച്ചത്. അത് ഇതായിരുന്നു ആദ്യത്തെ കൃഷ്ണൻ. കൃഷ്ണന്റെ ഇവിടെ ഇങ്ങനെ ചെരുവടിയുണ്ടല്ലോ. അത് നല്ല കൃഷ്ണൻ, നല്ല ഷേപ്പുള്ള കൃഷ്ണനാണ്. ആണ്. ഇതിനൊക്കെ ഓരോ കഥകളുണ്ട്. ഇതിന്റെ കഥ ഞാൻ ഇതുവരെ വ്ളോഗിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് പറയണം. ഇപ്പൊ കാണിച്ചിട്ടില്ല. അത് അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെ, ഇത് നമുക്ക് കിട്ടിയ സമ്മാനമാണ് അമ്പലത്തിൽ നിന്ന്. അതെ, ഇപ്രാവശ്യം. അത് ഞാൻ എപ്പോഴെങ്കിലും വ്ളോഗായിട്ട് തന്നെ കാണിക്കാം. കൃഷ്ണൻ എനിക്കും പാറുവിനും പ്രതിഭയും കിട്ടിയതായത്. ഒരു വീട്ടിൽ. ഇത് അമ്മമ്മയുടെ പിറന്നാളിന് കിട്ടിയ സമ്മാനമാണ്. ഇതൊരു പ്രാവശ്യം ഒരു വായനയ്ക്ക് അല്ലേ? അങ്ങനെ അമ്മയ്ക്ക് കൊടുത്ത. അല്ല, ഇത് ഞാൻ വാങ്ങിച്ചതല്ലേ? ഇതാണോ? ഏതാ വാങ്ങിച്ചത്? അതെ, ഇതൊരു വായനയ്ക്ക് പോയ സമയത്ത് വാങ്ങിച്ചത്. ഇതും അമ്മയ്ക്ക് ഗിഫ്റ്റ് ചെയ്ത. ഇതിനൊരു സ്പെഷ്യൽ കഥയുണ്ട്. ഇത് പൂർണ്ണത്രയേശൻ അമ്മയുടെ ഫ്രണ്ടല്ല, ഇത് പ്രദുവിന്റെ ഫ്രണ്ടാണ്. ആ കുട്ടി അനന്യ, ആ കുട്ടി അവരിവിടെ അമ്പലത്തിൽ വന്നിട്ട് അങ്ങനെ അമ്മേനെ കണ്ടിട്ട്, അപ്പൊ അവരിങ്ങനെ അമ്പലത്തിൽ വന്നിട്ട് അമ്മേനെ പരിചയമായിട്ട് അങ്ങനെ പൂർണ്ണത്രയീശനല്ലേ, അവിടെയാണ് വീട്. അപ്പൊ അങ്ങനെ പൂർണ്ണത്രയീശന്റെ ഒരു ഇത് ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. പ്രദുവിന്റെ ഫ്രണ്ടിന്റെ അച്ഛനും അമ്മയും കൊടുത്താണ്. അങ്ങനെ ഇതൊക്കെ അമ്പലത്തിൽ നിന്ന് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതും പാറുവിനും പ്രദുവിനും കിട്ടിയതാണ്. ഇത് നമ്മളുടെ അടുത്തുള്ളതാണ്.
സരസ്വതി പോയി. ഇത് പ്രതു ഒന്ന് ടൂർ പോയപ്പോ മേടിച്ചോണ്ടല്ലേ ആ, മുത്തശ്ശിക്കെന്ന് പറഞ്ഞിട്ട് മേടിച്ചോണ്ടെന്താ ഇതാരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാകും. ഇത് വൃന്ദാവനത്തില് പോയ ആരോ ഒരു രാധയും കൃഷ്ണനുമാണ്. ഇന്ദിരമ്മ കൊണ്ടുവന്ന എന്താണ് വേറൊരു ആദ്യ വിഷയം ഉണ്ടല്ലോ ഇത്. ആ, ഇത് പിന്നെ എന്തിര് എന്താ പറയാ രമ അതൊക്കെ കവർന്ന് പൊട്ടിക്കാണ്ട് അങ്ങനെ വെച്ചതാണത്. രമ പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടതാണ്. ഇത് വേറൊന്ന്. അത് വേറെ ഇത് നല്ല വെയിറ്റ് ഉണ്ട്. ഓരോരുത്തര് കൊടുക്കുന്നതാണ്. നല്ല വെയിറ്റ് ഉണ്ട്. നല്ല നല്ല രസമുള്ള ഒരു കുഞ്ഞു പാദം. അത് ഞങ്ങൾ ഇവിടെ പോയപ്പോൾ കിട്ടിയതാണ്. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുള്ള പാദം മയക്കലും നിമിഷം കൊണ്ടുവന്നു. എന്താണ് അപ്പോൾ കഴിയാൻ കൊണ്ടുവച്ചാൽ ശിവലിംഗം. ഇന്നത് ഞങ്ങൾ ഇവിടെ കാശിക്ക് പോയപ്പോഴൊക്കെ ഇത് എവിടെയായിരുന്നു നോക്കിയാൽ മറന്നു. ഇത് രാജമാണം കൊണ്ടുവന്ന ആ, ഇത് തമിഴ്നാട്ടിലുള്ള എന്താ പറയുക ഒരു വലിയ അമ്പലല്ലേ ആ, തിരുപ്പതി. തിരുപ്പതി. അത് തിരുപ്പതി ആ സോറി, തിരുപ്പതി. ഇത് വേറൊരു പാദം. നമ്മുടെ പാദം. ഇതൊക്കെ കവർന്ന് എടുക്കാതെ അങ്ങനെ തന്നെ വെച്ച അതുകൊണ്ട് വൃത്തിയായിട്ട് അവിടെ ടീച്ചർ കൊണ്ടുവന്ന സുശീല ടീച്ചർ. എന്താ അങ്ങനെ ഗിഫ്റ്റ് ചെയ്തത് കുറേ ഉണ്ട്, കുറേ പേര്. അതും അതുമാതിരി ആരോ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഓരോരുത്തർ പോകുന്നവർ കൊണ്ടുവന്നവർ ആരോഗ്യത്തിൽ പോയിട്ട് വരുമ്പോൾ കുറേ ഫോട്ടോകളൊക്കെയാണ്. എന്ത് ഭംഗിയാ, നല്ല രസം കാണാൻ. അതും പിന്നെ എന്താ പിന്നെ കുറേ ഫോട്ടോകളാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർ കൊണ്ടുവന്നു. ഈ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇല്ലേ എത്ര കൊല്ലത്തെ പഴക്കാർ നമുക്ക് ഗോപാലകൃഷ്ണൻ. ഇതുണ്ട് ഒരു സുബ്രഹ്മണ്യ സ്വാമി, ഒരു പഴനിമല പഴനിമലയത്ത് ഒരു 70 കൊല്ലം പഴക്കമുള്ള ഫോട്ടോ ആണിത്. 65 കൊല്ലം. 65 കൊല്ലം പഴക്കമുള്ള ഫോട്ടോ ആണ് സുബ്രഹ്മണ്യ സ്വാമി. പഴനി പോയി വന്ന എല്ലാത്തിനും ഓരോ കഥകളാണ്. അമ്മമ്മയുടെ അനിയൻ കൊണ്ടുവന്നിട്ടുള്ള ഫോട്ടോ ആണ്. കാവടി എടുത്ത് മല കയറാൻ നടന്നായിരുന്നു. കാവടി എടുത്ത് 4 വീട് നടന്നിട്ട് മല കയറാൻ അമ്മ വഴിപാട് നടന്നതായിരുന്നു. അമ്മ മരിച്ചു പോയി. പക്ഷെ വഴിപാട് നടത്താൻ ഞാൻ പാടില്ലല്ലോ. അതാണ് ഇത്. എന്താ പറയണത്, എല്ലാത്തിനും കഥകളാണ് ഇവിടെ. ഇത് ഒറിജിനൽ ശംഖല്ലേ? അതാണ് വലംപിരി ശംഖ്. വലംപിരി ശംഖ്. ഇത് വീട്ടിൽ വെച്ച ഐശ്വര്യാണ് അത്ര. വലംപിരി ശംഖ് ഉണ്ടോ? ഐശ്വര്യാണ് വലംപിരി. ഇത് കണ്ടോ, എല്ലാം ഇവിടെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. നമ്മളുടെ മച്ചാണിത്. അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്താണ്. കണ്ടോ, ഇങ്ങനെ എല്ലാം പുറത്തേക്ക് എടുത്ത് അല്ല, അതിനിങ്ങനെ അളവുകളൊക്കെ ഉണ്ട്. കാണിക്ക്. അതതിൻ്റെ അല്ലേ? നമ്പറൊക്കെ ഉണ്ട്. ആ കാണല്ലോ. ഇപ്പൊ 2, 3, 4. പിന്നെ ഈ അടിയത്ത് എന്താ? 1 കിട്ടിയിട്ടില്ല. 5. ഞാൻ പറഞ്ഞോടാ. ഇതുണ്ടോ, ഇതിന് അളവൊക്കെ ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, നമ്പറൊക്കെ ഉണ്ട് കേട്ടോ. 1 ഞാൻ എഴുതിയിട്ടതാണ്. ആണോ? അതല്ലാണ്ട് മാറിയിട്ട് ശരിയാവില്ല. ഓ, അങ്ങനെയല്ലേ? ഞാൻ തരാം. 1 ആ വരുന്നത് ഏറ്റവും അടിയത്തെ ആദ്യം ഇടുക. അങ്ങനെ. ഓ ഐശ്വര്യ, ഇത് താഴെയാണോ? ഓ, ഇനി അടുത്തത് 2 മേലെ വെച്ചിട്ട് താഴത്തേക്ക് വഞ്ചിയേ. തല മാറ്റിയിട്ട് തല അപ്പുറത്തേക്ക്. തല അങ്ങനെയല്ല. ഇതൊക്കെയാണ് മക്കളെ പത്തായം. ആ, 2 വെച്ച്.
ഇനി അടുത്തത് 3. മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു കുടിക്കാൻ. ആ ആ അതാണ് തുളകാണത്. ഈ നമ്പർ മാറ്റിയിട്ടാ തുറക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വരാൻ പറ്റില്ല. ഇനി 2 കൂടെ ഉണ്ട്. നമ്പറൊക്കെ ഞാൻ എഴുതിയിട്ടാണ്. എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരാളതിൻ്റെ ഒന്നും പെട്ടാത്ത അവസ്ഥ. ഇക്കെന്നെ പേടി അവിടെ കണ്ടിട്ട്. അത് ഉണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. എലി പൂച്ചയ്ക്ക് കിടക്കാൻ ഒരു വഴി വെക്കാണ്. ആണി അടിക്കാൻ പറയണം. അതിന് പോകുന്നുള്ളൂ. അല്ല, ഇത് ശരിക്കും ഇങ്ങനെ പൂട്ടിയിടുവോ? ഇങ്ങനെ പൂട്ടിയിടാറുണ്ടോ? ഇങ്ങനെ ഇത്ര നെല്ലാകുമ്പോ അടുത്ത വരങ്ങിടും. എന്നിട്ട് അങ്ങനെ ഇങ്ങനെ 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 എട്ടിന്റെ ഒക്കെ എത്തിയാൽ പിന്നെ അത് ഇടും. പിന്നെ മേലെ ഇങ്ങനെ മുറത്ത് അങ്ങനെ ചെയ്യും. 160 എന്തോ നെല്ലാണ് ഉള്ളത്. എൻ്റെ അമ്മേ, ഇത് നിങ്ങളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോ എങ്ങനെ മനസ്സിലാവും? ഇതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ തന്നെ പേടിയാവും. ഞാൻ വീഡിയോ എടുക്കാനേ. മൈ ഗോഡ്, പഴയ സിനിമകളിലൊക്കെ കാണില്ലേ ആൾക്കാരെ കൊല്ലാൻ വേണ്ടി ഓരോന്നിന്റെ ഉള്ളിൽ നിർത്തുന്നത്. പത്തായ 10 കണ്ടതിന്റെ അടിഭാഗം ഇങ്ങനെ മൂളിക്ക് പൊന്തിട്ടാണ്ടാവുക. കണ്ടോ, നിലം അവിടെ അങ്ങനെ കാണും. ഇങ്ങനെയൊക്കെയാണ് 10. ഇപ്പൊ ഇത് കണ്ടോ, ഞാൻ ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ നേരത്തെ കേറി നിന്നിരുന്നത്. ഫുൾ അടച്ചിട്ട്. ഇപ്പൊ അവിടെ ഒരു റൂം ഉണ്ട് എന്ന് തന്നെ അറിയണില്ലല്ലോ. 150 പറഞ്ഞല്ലേ ഈ 10 ഇവിടെ 150 പറഞ്ഞു എന്റെ ഉള്ളില്. ഇവിടെ ഇരുന്ന് ഇവിടുന്ന് ഇങ്ങനെ നിന്നിട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഈ തൂണ് പറ്റിയിരുന്നു ഈ 10 ഉണ്ടായിരുന്നു. അടച്ചു പൂട്ടി. ഒരു ദിവസം വന്ന് അതിന്റെ ഉള്ളിലിട്ട് അടക്കും ഞാന്. അതാ കാണുമ്പോ അതിന്റെ ഉള്ളിലാ. ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളാകുമ്പോഴേ കായക്കൊല കൊണ്ടുവന്നിട്ട് അതിന്റെ ഉള്ളില് പുക വെച്ച് ഇങ്ങനെ അടച്ചേക്കും. പിന്നെ പഴം പഴുത്താൽ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് തിന്നും. ആരും കാണില്ലല്ലോ. അതിഗംഭീര മഴയാ ഇന്നത്തെ ദിവസം. സംക്രാന്തി. ഗംഭീര മഴ, ഗംഭീര മഴ. അകത്ത് തകൃതിയായി പണി നടക്കണു, പുറത്ത് തകൃതിയായി മഴ പെയ്യണു. വേണ്ട, എന്ത് മഴയാണ്, നല്ല മഴ. എന്തൊരു മഴ അറിയോ, ഗംഭീര മഴ. മഴ മഴ മഴ. ഞാനിപ്പം മുകളിലാട്ടോ, മുകളിൽ വന്നതാ. ഇവിടെ നോക്കുമ്പോഴാണ് മഴ. ഇതാ അമ്മമ്മ. ഇതാ ഇതാ അമ്മമ്മ. ഇതാട്ടാ.
ഇത് കണ്ടോ, ക്ലീനിങ്ങിന്റെ ഇടയിൽ ഒരു കുഞ്ഞു സാധനം കിട്ടിയതാട്ടോ. ഇത് ആദ്യം ഞാൻ എന്തെങ്കിലും പൊടി വെക്കാനെന്നാ ഞാൻ ആദ്യം വിചാരിച്ചേ. പക്ഷെ അതെന്താ, ചൂലാണ്. മഹാലക്ഷ്മി എനിക്ക് തുല്യാണ് അത്. അതെന്ന് വെച്ചാൽ പൂജാമുറിയില് നവരാത്രിക്കാലത്ത് ഞാനത് ബോംബെന്ന് വാങ്ങിച്ചതാ. എനിക്ക് ശരിക്കും അറിയില്ല അതിനെ പറ്റിയിട്ട്. നവരാത്രിക്കാലത്ത് അവിടെ ഇങ്ങനെ നിറയെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ പൂജാമുറിയിലെ എല്ലാം പുതിയ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു വെക്കും. അപ്പൊ പൂജാമുറി അവിടെ വൃത്തിയാക്കാൻ വേണ്ടിട്ട് പക്ഷെ എല്ലാവരും പുതിയത് ഇങ്ങനെ വാങ്ങി വെക്കും. ഉപയോഗിക്കും എന്താന്ന് എനിക്ക് അറിയില്ല. ഐശ്വര്യാണ് അത്ര അത് വെക്കുന്നത്, വാങ്ങിക്കുന്നത് അവിടെ. ഞാൻ ആദ്യം വല്ല കുഞ്ഞേതായിട്ട് വല്ല പൊടി തട്ടാൻ വെച്ചതാണോ ആദ്യം. ശരി, കറക്റ്റ് ആയിട്ട് അതിനെ പറ്റി അറിയില്ല. കണ്ടപ്പോ ഞാൻ ബോംബെന്ന് വാങ്ങിച്ചോണ്ട് എന്താ ഇതെന്താ കുഞ്ഞൊരു സാധനം, ചെറുത് പൂജാമുറിയില് വെക്കാണ്. ശരി, എന്താ അടുത്ത ചോള അങ്ങോട്ട് വെക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു, അപ്പുറത്തേക്ക് വെക്കുന്നു. ത്രയംബകേശ്വർ. ഓടിൻ്റെ പാത്രങ്ങളൊക്കെ, ഉരുളികളും വിളക്കുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ കളറൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ അത് നമ്മൾ ഈ സമയത്ത് അതൊക്കെ എടുത്തെല്ലാം കഴുകി തേച്ചൊരച്ച് വൃത്തിയാക്കി കുറച്ചൊക്കെ കഴുകി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്ന് എടുത്താണ്. അപ്പോൾ എന്തായാലും കുറച്ചൊക്കെ അങ്ങനെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു. പണിയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് വന്നിരിക്കണം അമ്മമ്മ അല്ലേ. ഇനി ഞങ്ങക്ക് വൈകുന്നേരത്ത് എന്താ പണി? നമുക്ക് എന്തെന്ന് വൈകുന്നേരത്ത് പണി? വൈകുന്നേരത്ത് കൊറേ പണിയില്ലേ? നമുക്ക് ദശപുഷ്പം പറിക്കണ്ടേ? അത് മറന്നിരിക്ക. ഞാൻ ആകെ ഇരിക്കണ അതിന് വേണ്ടിട്ടാണ്. അവക്കെ തപ്പി പിടിക്കണം എവിടുന്നേലൊക്കെ. ദശപുഷ്പം പറിക്കണം. പിന്നെന്താ, അത് നമുക്ക് ഇതിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ണൂരുള്ളയിലൊക്കെ ആക്കി അല്ലേ? ഇതുണ്ട്, ഇത് എല്ലാവരും കാണണം. എല്ലാ വർഷവും ഉള്ളതാണ് ഇത് കേട്ടോ. ഇത് വർഷങ്ങൾ ഞാൻ പറിച്ചോടെ തരാം. ഇതിവിടെ സ്ഥിരമാണ്, വർഷങ്ങളായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാണ്. അടുത്ത വർഷം ഞാൻ വെക്കില്ല. ഇത് പറഞ്ഞിട്ടാണ് ഓരോ വർഷം നിർത്തേണ്ടത്. അപ്പൊ തൊട്ട് അതൊക്കെ പറയണം, വെറുതെ പറയണം, വെറുതെ. പിന്നെ വെറുതെ പറയണം. അമ്മ ഓടി നടന്നതെല്ലാം ശരിയാക്കും, നമ്മളൊക്കെ ശരിയാക്കും. ദശപുഷ്പം വെക്കാണ്ടല്ല, ശീബോധി വെക്കാത്തല്ല എന്ത് കർക്കടക മാസാണ് അല്ലേ? അതെന്തോ വെക്കണ്ടേ? വെക്കും, അതാണ് ഒക്കെ ചെയ്യും. മണ്ണൂരുള്ളിലൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞാൻ ഉണ്ടാക്കി തരും. എന്നിട്ട് നമുക്ക് പെരപ്പുറത്ത് കുത്താൻ അതൊക്കെ ചെയ്യണം. അതൊക്കെ ഞാൻ ഈ വീഡിയോയിലേക്ക് കിട്ടുമോ എടുക്കുമോ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ വരും. എന്തായാലും അതൊക്കെ ചെയ്യണം അല്ലേ അമ്മമ്മ? ഇന്ന് വൈകുന്നേരത്തല്ലേ? ഇപ്പൊ തുടങ്ങണം, ഇപ്പൊ ഇറങ്ങണം. ഞങ്ങക്ക് മഴ ഒന്നങ്ങോട്ട് മാറി നിന്നിട്ടുണ്ട്. പക്ഷെ നല്ല മഴയായിരുന്നു ഇതുവരെ. എൻ്റെ അമ്മോ, നല്ല മഴ ഇപ്പത്തെ മഴയൊക്കെ ഇവിടെ ഇപ്പൊ ശരിക്കും കൊട്ടിയൂരമ്പലം. പണ്ട് എപ്പോഴും പറയില്ലേ കൊട്ടിയൂരമ്പലം. ഇപ്പൊ ശരിക്കും അതന്നെ അവസ്ഥ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പേടിയാവും, അത്രയും വെള്ളമായി. അങ്ങനെയാണ്.